കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പട്ടാളക്കാരുടെ സ്വന്തം വാഴക്കൂമ്പ് ചമ്മന്തി. നമ്മുടെ നാട്ടിൽ വാഴക്കൂമ്പ് തോരൻ എന്നൊക്കെ പറയും, പക്ഷേ അതൊന്നുമല്ല, ഇവിടുത്തെ സംഭവം വേറെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വനത്തിനുള്ളിൽ പോകുന്നു. അവിടെ കുറേ കാട്ടുവാഴയുണ്ട്. ആ കാട്ടുവാഴയിൽ നിന്ന് വാഴക്കൂമ്പ് വെട്ടിയെടുക്കുന്നു. അത് നേരെ വെട്ടിയെടുത്ത് കൊണ്ടുവരികയാണ് നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ ഞങ്ങൾ കാട്ടിൽ പോയി വാഴകളൊക്കെ തപ്പിപ്പിടിച്ച് അങ്ങനെ വാഴയിൽ നിന്ന് വാഴക്കൂമ്പൊക്കെ വെട്ടിയെടുത്തു. അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് നേരെ കൊണ്ടുവരികയാണ് ഞങ്ങളുടെ വാരക്കിലേക്ക്. അപ്പോൾ ഇത് വാരക്കിൽ കൊണ്ടു ചെന്നിട്ട് വേണം നമുക്കത് ചമ്മന്തിയാക്കാൻ. ഈ കാട്ടിലൂടെ നടക്കുന്ന ഇത്തിരി പാടാണ് കേട്ടോ. വാഴ തന്നെ കണ്ടുപിടിക്കാൻ പാടാണ് ഇവിടെ. എന്തായാലും ഞങ്ങൾക്ക് 10 പേർക്ക് കഴിക്കാനുള്ള വാഴക്കൂമ്പെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നതുകൊണ്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഈ പഴയ തൊലിയെല്ലാം ഇളക്കി കളയണം. ഇളക്കി കളഞ്ഞിട്ട് വേണം നല്ലപോലെ അതിനെ ഉള്ളിലിരിക്കുന്ന ആ വെളുത്ത സാധനം ഉണ്ടല്ലോ, ആ ചെറിയ നരമായിട്ടുള്ള അതെടുത്തിട്ട് വേണം നമുക്ക് ഇത് പുഴുങ്ങാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കാനുള്ളത്. അതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഇളക്കി കളഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ വെള്ളത്തിലിട്ട് നല്ലപോലെ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞങ്ങൾ വാഴക്കൂമ്പ് റെഡിയാക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളമൊഴിച്ച് ഇതിനെ അടുപ്പത്തോട്ട് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ നല്ലപോലെ ബോയിലായിക്കൊണ്ടിരിക്കുകയാണ്. നാഗാമിർച്ച, പിന്നെ വെളുത്തുള്ളി, പിന്നെ നമ്മൾ ഉണക്ക മീനിൻ്റെ പൊടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇടിച്ച് ചെറുതായിട്ട് പൊടിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വെന്ത് നല്ല പാകമായിട്ടിരിക്കുന്ന കൂമ്പെടുത്തുകൊണ്ട് വരികയാണ്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഈ കൂമ്പിനെ ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇനി ഇതിനെ നല്ലപോലെ ഇടിച്ച് കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ ആ ഇടിച്ച് വെച്ചിരുന്ന മുളകും വെളുത്തുള്ളിയും അതെല്ലാം ഇതിനെ നല്ലപോലെ ഇടിച്ച് നല്ല കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഇതിനുള്ളിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മച്ചാമാരെ, ഇത്തിരി കഷ്ടപ്പാട് സഹിച്ചാൽ എന്താ, കിടിലൻ ചമ്മന്തിയല്ലേ നമുക്ക് കിട്ടേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.